ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 1 ലാമിസ് തിയറം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന പ്രോബ്ലംസാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണയായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലാമിസ് തിയറത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ലാമിസ് തിയറം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാമിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കും, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ലാമിസ് തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം നോക്കാം. അതായത് 3 ഫോഴ്സസ്, ഇപ്പോൾ നമ്മൾ PQR എന്ന് പറഞ്ഞിട്ട് 3 ഫോഴ്സസ് എടുത്തിട്ടുണ്ട്. ഈ 3 ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? കൺകറൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കൺകറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ പോയിൻ്റ് അല്ലെങ്കിൽ സെയിം പോയിന്റിലാണ് ഫോഴ്സസ് വന്ന് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺകറൻ്റ് എന്ന് പറയുന്നത്. സോ PQR എന്ന് പറയുന്ന ഈ 3 ഫോഴ്സും എന്താണ്? കൺകറൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം കൺകറൻ്റ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഒരു ബോഡിയിൽ 3 കൺകറൻ്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത് വഴി ആ ബോഡി എന്തിലാവുകയാണ്? ഇക്വിലിബ്രിയത്തിൽ ആവുകയാണ്. സോ ലാമിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 കൺകറൻ്റ് ഫോഴ്സുകളുടെ ആക്ഷൻ വഴി ആ ബോഡി ഇക്വിലിബ്രിയത്തിൽ ആയാൽ ഓരോ ഫോഴ്സും മറ്റ് 2 ഫോഴ്സുകൾക്ക് ഇടയിലുള്ള ആംഗിളിൻ്റെ സൈനിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, PQR എന്ന് പറഞ്ഞ 3 ഫോഴ്സസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൺകറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഓരോ ഫോഴ്സും നമ്മൾ P എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P എന്തിന് പ്രപ്പോർഷണലാണ്? P ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു മറ്റ് 2 ഫോഴ്സുകൾക്കിടയിലുള്ള ആംഗിളിൻ്റെ സൈനിന്. മറ്റ് 2 ഫോഴ്സ് ഏതാണ്? P ആണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. P കൂടാതെ മറ്റ് 2 ഫോഴ്സസ് Qവും Rഉം ആണ് അല്ലേ? അപ്പോൾ Qനും Rനും ഇടയിലുള്ള ആംഗിളാണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. അതിൻ്റെ സൈനിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് ആൽഫ അതിന് പ്രപ്പോർഷണൽ ആണെന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ Qയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q എങ്ങനെ എഴുതാം? Q ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ബാക്കി 2 ഫോഴ്സസ് ഏതാണ്? Q എടുത്തു, ബാക്കി 2 ഫോഴ്സ് Pയും Rഉം ആണ്. അതിനിടയിലുള്ള ആംഗിളാണ് ബീറ്റ. ബീറ്റയുടെ സൈനിന് പ്രപ്പോർഷണൽ ആയിരിക്കും. സോ സിമിലർലി നമുക്ക് Rനെ എഴുതാൻ പറ്റും അല്ലേ? Rൻ്റെ നേരെ 2 ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ ഏതാണ്? ഗാമയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് ഗാമ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ പ്രപ്പോർഷണലാണ്. നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആക്കി മാറ്റണം. സോ നമുക്ക് പ്രപ്പോർഷണൽ എന്നുള്ള ഒരു ഇത് മാറ്റിയിട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ്, ഇപ്പോൾ ഒരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കൊണ്ടുവരാം. സോ P ഈസ് ഈക്വൽ ടു അല്ലേ? പ്രപ്പോർഷണൽ മാറി നമ്മൾ K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് കൊടുക്കുമ്പോൾ അത് എന്തായി? ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റും. സോ P ഈക്വൽ ടു K ഇൻറ്റു സൈൻ ആൽഫ എന്ന് എഴുതാം. അതുപോലെ തന്നെ Q ഈസ് ഈക്വൽ ടു അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രപ്പോർഷണൽ മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊടുന്നു. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ ബീറ്റ എന്ന് എഴുതാം. ദെൻ R ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കൊടുന്നു, സൈൻ ഗാമ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിനെ വേറെ വേറെ ഇതാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അതായത് ഇപ്പോൾ ഈ Kനെ നമ്മൾ അവിടെ നിർത്തുക. K എല്ലായിടത്തും എന്തുണ്ട്? K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ Kനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. Kനെ അവിടെ നിർത്തിയതിന് ശേഷം ഈ സൈൻ ആൽഫ എന്നുള്ളത് നേരെ നമ്മൾ ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്നാവും. സോ K ഈസ് ഈക്വൽ ടു P ബൈ സൈൻ ആൽഫ. അതുപോലെ തന്നെ നമുക്ക് K ഈസ് ഈക്വൽ ടു Q ബൈ സൈൻ ബീറ്റ എന്ന് എഴുതാം. K ഈസ് ഈക്വൽ ടു R ബൈ സൈൻ ഗാമ എന്നും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ K എന്താണ്? എല്ലായിടത്തും സെയിം ആണ്. സോ ഇതെല്ലാം എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം വാല്യൂ K ആണ്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ? P ബൈ സൈൻ ആൽഫയ്ക്ക് ഈക്വൽ ആണ് എന്ത്? Q ബൈ സൈൻ ബീറ്റ അല്ലേ? എല്ലാറ്റിൻ്റെയും വാല്യൂ എന്താണ്? K ആണ്. സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റുമല്ലോ അല്ലേ? R ബൈ സൈൻ ഗാമയാണ് കേട്ടോ, സൈൻ ഗാമ. സോ ഇതാണ് നമ്മളുടെ എന്ത്? ലാമിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ലാമിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒന്നുമില്ല, നമ്മൾ എന്ത് നോക്കിയാൽ മതി? 3 ഫോഴ്സസ് ഉണ്ടായിരിക്കണം. 3 ഫോഴ്സാണ് ഉണ്ടാവേണ്ടത്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത്? ഒരൊറ്റ പോയിന്റിൽ കൺകറൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ഫോഴ്സും എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്? മറ്റ് 2 ഫോഴ്സുകൾക്ക് ഇടയിലുള്ള ആംഗിളിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നായിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നിങ്ങൾ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത്, തിയറത്തിൻ്റെ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് മറ്റ് 2 ഫോഴ്സുകൾക്ക് ഇടയിലുള്ളതെന്ന് തന്നെ എഴുതണം. നമ്മൾ
ഇതെടുക്കുമ്പോൾ അതായത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എടുത്താൽ മതി. ക്യൂയുടെ നേരെ ഓപ്പോസിറ്റ് ഏത് ആംഗിളാണ് വരുന്നത് അങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. നമ്മളുടെ പ്രോബ്ലം എന്തായിരുന്നു? ആൻ ഇലക്ട്രിക് ലൈറ്റ് ഫിക്ചർ 150 Newton ഹാങ്സ് ബൈ 2 strings ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്സ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തരുന്ന ഫിഗർ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൈറ്റ് ഫിക്ചർ ഉണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 150 Newton ആണ്. ഓക്കെ, ഇനി 2 സ്ട്രിങ്സ് ഉണ്ട് അല്ലേ? BC ആൻഡ് AC എന്ന് പറയുന്ന 2 സ്ട്രിങ്സ് ഉണ്ട്. ഈ 2 സ്ട്രിങ്സും ഓരോ വാളിലായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ജസ്റ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ആ ഹാങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്? BC എന്ന് പറയുന്ന സ്ട്രിങ് വാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ AC എന്ന് പറയുന്ന സ്ട്രിങ് ഈ ഒരു വാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. സി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക എന്നുള്ളതാണ്. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ തന്നു. ഇതിൽ എല്ലാ സപ്പോർട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ട്സ്, വാൾസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ജസ്റ്റ് ലോഡും അതുപോലെ തന്നെ റിയാക്ഷനും മാത്രമായിട്ട് വരയ്ക്കുന്ന ഒരു ഫിഗറിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ വാൾസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു അല്ലേ? ഇനി എന്തെങ്കിലും സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അവിടുത്തെ റിയാക്ഷൻസും ലോഡും മാത്രം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലെറ്റ് സ്കെച്ച് ദ ഫ്രീ ബോഡി ഡയഗ്രം എന്നതാണ്. സോ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മളിവിടെ വരച്ചു. ഇനി നമുക്ക് ലാമിസ് തിയറം വെച്ച് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നമുക്ക് അവിടുത്തെ ആംഗിൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ? സോ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ 3 ആംഗിൾസ്, ഈ ഒരു ആംഗിള്, ഈ ആംഗിള്, ദെൻ ഈ ആംഗിൾ, ഇങ്ങനെ 3 ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? അതായത് ആദ്യം എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യല്ലേ? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 45 കിട്ടി. ഇവിടെ 60 ആണെന്നും നമുക്കറിയാം. സോ ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ഈ 180 ഡിഗ്രിയിൽ നിന്നും ഈ 45ഉം 60 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ BCA എന്ന് പറഞ്ഞ ആംഗിൾ കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആംഗിൾ BCA കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് BCAൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, 75 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിളാണ് എന്ത്? AC, പിന്നെ ഈ ഒരു 150 എന്നുള്ളത് നമുക്ക് ജസ്റ്റ് W എന്നുള്ള ഒരു നൊട്ടേഷൻ കൊടുക്കാം. സോ ACW എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അൾട്ടർനേറ്റ് ആംഗിൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ, ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലൂടെ ഈ വാൾസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലൈന് കൺസിഡർ ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഒരു ഫിഗർ എങ്ങനെയാവും? ജസ്റ്റ് ഇതാണ് അതിൻ്റെ വാള് വരുന്നത്. ദെൻ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളുടെ ഈ ഒരു പാരലൽ ലൈൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു സെഡിൻ്റെ രൂപമായി. സോ ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിനെ നമ്മൾ അൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അതായത് 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഒരു ഇൻക്ലൈൻഡ് ലൈന് വരുമ്പോൾ അതിന് ഇന്നർ ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിന് നമ്മൾ അൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പറയാം. സോ ഇത് നമുക്കറിയാം എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇതിൽ വരയ്ക്കാം. ഇതെന്തായിരുന്നു? 60 ഡിഗ്രി ആയിരുന്നു. അതുപോലെ തന്നെ ഇതും 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി ഇത് ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ താഴേക്ക് വെർട്ടിക്കലായിട്ടാണുള്ളത്. സോ ഇതെന്തായിരിക്കും? ഇറ്റ്സ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 90 പ്ലസ് ഈ ഒരു 60 ചെയ്യാം. നമുക്ക് ആംഗിൾ ACWനെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ അൾട്ടർനേറ്റ് ആംഗിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 60 ഡിഗ്രി പ്ലസ് ഈ ഒരു ലൈനും വെർട്ടിക്കൽ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന
എന്താണ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു നമുക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെയും എന്തുണ്ട്, ഒരു സെഡിൻ്റെ കണ്ടോ സെഡ് പോലെ കിട്ടി. സോ ഇതെന്താണ് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇതും 45 ഡിഗ്രി ആണ്. ഇതെന്തായിരിക്കും, ഇതും റൈറ്റ് ആംഗിൾ ആണ്. സോ 45 പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ആംഗിൾ BCW ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ കണ്ട അതേപോലെ തന്നെ 45 ഡിഗ്രി പ്ലസ് ഇവിടുത്തെ റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, 75 ഡിഗ്രിയും 150 ഡിഗ്രിയും കിട്ടി. ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ 360 ഡിഗ്രി മൈനസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 75 ഡിഗ്രി പ്ലസ് ഈ ഒരു ഭാഗത്ത് കിട്ടിയ 150 ഡിഗ്രി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, 135 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ എന്തായിരുന്നു, ഇവിടെ 45 ഡിഗ്രി ആയിരുന്നു. ദെൻ നേരെ സെഡ് എടുത്തു, ഇവിടെയും എന്തായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും. ഈ ലൈനിനുമായിട്ട് വെർട്ടിക്കലായിട്ടുള്ളത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതാണ് 45 പ്ലസ് 90. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ ആൾട്ടർനേറ്റ് ആംഗിൾസ് എടുക്കുക, അതുപോലെ എന്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 360യിൽ നിന്ന് മൈനസ് ചെയ്ത് ചെയ്യുക. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും കറക്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ലാമിസ് തിയറം എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി അപ്ലൈ ലാമിസ് തിയറം അല്ലേ, അപ്ലൈ ലാമിസ് തിയറം എന്നുള്ള ഒരു ഇത് കൊടുക്കാം. ഓക്കെ, അപ്ലൈ ലാമിസ് തിയറം. എന്തായിരുന്നു നമ്മുടെ ലാമിസ് തിയറം എന്ന് പറയുന്നത്, P ബൈ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു Q ബൈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു R ബൈ സൈൻ ഗാമ എന്തായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരികയാണ്, നമ്മളുടെ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിലോട്ട് ഈ ഒരു ഇക്വേഷനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളുടെ P എന്ന് പറയുന്ന ഇത് നമുക്ക് ഇതെടുക്കാം അല്ലേ, BC എന്ന് പറയുന്ന ഇത് രണ്ടും എന്താണ്, സ്ട്രിങ്സ് ആണ്. സ്ട്രിങ്സ് ഇങ്ങനെ ഒരു ഇത് ഈ AC BC എന്ന് പറയുന്നത് രണ്ടും സ്ട്രിങ്ങുകളാണ്. സ്ട്രിങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുക അല്ലേ, ഒരു വാളിൽ നിന്നും ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ ഈ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്നത് ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ ആയതുകൊണ്ടാണ് നമ്മളിതിനെ TAC ആൻഡ് TBC എന്ന് പറയുന്നത്. ഇങ്ങനെ വലിഞ്ഞ് കിടക്കുക അല്ലേ, ടെൻഷനായിട്ട് കിടക്കുവാണ്. സോ TAC ആൻഡ് TBC. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്താണ് വരുന്നത്, അവിടെ TBC ആണ് വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു, 150 ആയിരുന്നു അല്ലേ. 60 പ്ലസ് 90 150 ആയിരുന്നു. സോ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് 150 എന്ന് എഴുതാം, ഈക്വൽ ടു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരെ അടുത്തത് എന്താണ്, ഈ TAC എന്ന് പറയുന്ന സ്ട്രിങ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ TAC ഡിവൈഡഡ് ബൈ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സുകൾ തമ്മിൽ എടുക്കുന്ന ആംഗിൾ 45 പ്ലസ് 90 നമുക്ക് എത്രയാണ് കിട്ടിയുള്ളത്, 135 ആണ് കിട്ടിയുള്ളത്. സോ ഈ 135 ഇവിടെ കൊടുക്കുക, സൈൻ 135 ഈക്വൽ ടു അടുത്ത ഫോഴ്സ് എന്താണ്, നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് 150 ആണ്. സോ ആ 150 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം 150 ഡിവൈഡഡ് ബൈ നമുക്ക് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലെങ്കിൽ മറ്റ് രണ്ട് ഫോഴ്സുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു, 75 ആണ്. സോ സൈൻ 75. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, TBCയും കണ്ടുപിടിക്കണം, TACയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്, 2 അൺനോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് മാക്സിമം അൺനോൺസ് കുറയ്ക്കുക എന്നുള്ളതാണ് ലാമിസ് തിയറത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ഒരു പോർഷൻ മുഴുവനുമായിട്ടും അറിയാം, ഇവിടെ ഈ ഒരു പോർഷനും അറിയാം. സോ നമുക്ക് TAC കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ TAC ഡിവൈഡഡ് ബൈ സൈൻ 135 ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ സൈൻ 75 എന്നുള്ള ഇതിനെ തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് TAC
കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ടി എ സി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നേരെ ഈ സൈൻ 35നെ 135നെ എന്ത് ചെയ്താൽ മതി? 150ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ 150 ഇൻറ്റു ഇവിടെ ഡിവൈഡഡ് ബൈ ആയിരുന്നു, ഇതിൻ്റെ സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. സോ സൈൻ 135 ഡിവൈഡഡ് ബൈ ഈ സൈൻ 75. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി എ സിയുടെ വാല്യൂ കിട്ടും. ടി എ സിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 109.81 ന്യൂട്ടൺ എന്നതാണ്. നിങ്ങൾ ഒരിക്കലും യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നമുക്ക് ഓൾറെഡി ഇവിടെ 150 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ന്യൂട്ടൺ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ കിട്ടുമ്പോഴും എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി എ സിയുടെ വാല്യൂ കിട്ടി. നമുക്കിനി ടി ബി സി കാണാം അല്ലേ. ഒന്നെങ്കിൽ ഈ ടി എ സിക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂ 109.81 ഡിവൈഡഡ് ബൈ സൈൻ 135 ഈക്വൽ ടു ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ 150 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും തന്നെ ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ 150 ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ സൈൻ 75. ഓക്കെ, നമുക്ക് ടി ബി സി എഴുതാൻ പോവുകയാണ്. ഈ സൈൻ 150 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഇൻറ്റു ആവും അല്ലേ. 150 ഇൻറ്റു സൈൻ 150 ഡിവൈഡഡ് ബൈ സൈൻ 75. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 77.65 ന്യൂട്ടൺ എന്നതാണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ടി ബി സിയും ടി എ സിയും കിട്ടി. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ടെൻഷനാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രിങ്സ് ഏതൊക്കെയായിരുന്നു? ബി സി ആൻഡ് എ സി. ഈ രണ്ട് സ്ട്രിങ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രിങ്സിലെ ടെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പലരും എന്ത് ചെയ്യും? ഇവിടെ വരെ അങ്ങ് എഴുതി വെച്ച് നിർത്തിപ്പോകും. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടി എ സിയും ടി ബി സിയും കണ്ടുപിടിക്കണം. ഇനി ടെൻഷനല്ല വേറെ എങ്ങനെയെങ്കിലും ഇപ്പോൾ പി ക്യു ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ആറിൻ്റെ മാത്രം വാല്യൂ തന്നിട്ട് പിയും ക്യൂവും കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ മുഴുവനായിട്ടും കൊടുത്തിട്ട് അതിൽ നിന്നും പിയും ക്യൂവും കണ്ടുപിടിക്കുക തന്നെ വേണം. അല്ലാണ്ട് ജസ്റ്റ് ഇവിടെ വരെ എഴുതി വെച്ച് പോവരുത്. മുഴുവനായിട്ടും കണ്ട് എഴുതി വയ്ക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.